കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസന്നിധി എന്ന എപ്പിസോഡിൽ നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിലുടനീളം നാം അറിയണം, നാം അറിയുന്നു, ഞങ്ങൾ അറിയുന്നു എന്നുള്ള അപ്പോസ്തലന്റെ എക്കാലമുള്ള ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രിസ്തുവിനെ അറിയണമെന്നുള്ള പാഠഭാഗം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കഷ്ടത എന്നുള്ള പദം പലപ്പോഴും നാം ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കണമോ എന്നുള്ളൊരു എക്കാലത്തുമുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇപ്രകാരമുള്ള കഷ്ടങ്ങൾ കൂടി നാം കടന്നു പോകുന്നു? ഇതിനെല്ലാം വിശുദ്ധ തിരുവെഴുത്തിൽ ഉടനീളം നമുക്ക് ഉത്തരവുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ട് എന്നല്ല, കഷ്ടങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തമുള്ളത്, സകലത്തെയും ജയിച്ച ജയാളിയായ ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനെന്ന് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. നാം കഷ്ടങ്ങളിൽ പിന്മാറുകയല്ല, പിറുപിറുക്കുകയല്ല, പരിഭവപ്പെടുകയല്ല. നാം അവിടെ ആ കൂരിരുളുകളിൽ, പരിശോധനകളിൽ, പരീക്ഷകളിൽ നാം കർത്താവിനെ അടുത്തനുഭവിക്കുകയാണ്. കാരണം ചിലതെല്ലാം നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടവയാണ്. അവിടെ സഹിക്കുന്നതിന് മീതെ പരീക്ഷകൾ തരാതെ വിശ്വാസ ജീവിതത്തിൽ ചില പരിശോധനകൾ നമുക്ക് നേരിട്ടെന്ന് വരാം. അവയിൽ നാം തളർന്നു പോകുകയോ പരാജയപ്പെടുകയോ അല്ല, അവിടെ നാം അതിനെ അതിജീവിക്കുകയും അവിടെ നാം വിജയിക്കുകയും ചെയ്യുകയാണ്. കാരണം ക്രിസ്തുവിന്റെ സാന്നിധ്യവും കൃപയും അതിനെ ഓവർകം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 14:22 വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു, നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം. ആ വാക്യം പൂർണ്ണമായി പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം. ഒരുപക്ഷെ ഇവിടെ പുതിയ ഭാഗങ്ങളൊക്കെ ഈ പദം ആത്മീയ ജീവിതത്തില് ശുശ്രൂഷിക്കുന്നതിൽ, കർത്താവിനെ സേവിക്കുന്നതിൽ, ശുശ്രൂഷിക്കുന്നതിലും നാം നേരിടുന്ന സുവിശേഷ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കഠിനമായ ജീവിത അനുഭവങ്ങളോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ഇവ നമുക്ക് മുൻകൂട്ടി അരുളി ചെയ്തവയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുകയും വേണം. അപ്പോൾ തന്നെ അനേക കഷ്ടങ്ങൾ കൂടി നാം കടക്കേണ്ടതാണ്. ഫിലിപ്പിയർ 1:29 നാം വായിക്കുന്നത്, കഷ്ടത അനുഭവിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവിടെ ഒരു വരമായി, അതൊരു കൃപാവരമായി, അതിൽ കൂടി വ്യാപരിക്കുന്ന ദൈവശക്തി, അതിനെ സഹിപ്പാൻ, പിടിച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രാപ്തി. ഇവിടെ നാം വായിച്ചത് 1 തെസ്സലോനിക്ക ലേഖനം 3:3 കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർ ലേഖനത്തിൽ അത് വരമാണെങ്കിൽ ഇവിടെ നമുക്കതൊരു നിയമനമാണ്, അതൊരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ആണ്. ചിലപ്പോൾ അപ്രകാരമുള്ള എപ്പിസോഡുകൾ, പാഠങ്ങൾ, ശിക്ഷണങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കും. പ്രിയമുള്ളവരെ, ഇതൊന്നും എന്നെ ഇല്ലാതാക്കുകയോ നശിപ്പിച്ചു കളയോ കർത്താവിന്റെ ബന്ധത്തിൽ നിന്ന് വേർപിരിക്കുകയോ ചെയ്യുവാൻ കഴിവുള്ളതല്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവിടെ 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവയ്ക്കൊന്നിനും, ഒത്തിരി പട്ടികകൾ അവിടെ കഷ്ടത എന്ന് എഴുതിയിരിക്കുന്നു, ഇവയ്ക്കൊന്നിനും കർത്താവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയത്തില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ഈ ഭൂമിയിൽ താൻ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്ക് മീതെ, ഈ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറമായി, ചെവി കൊണ്ട് കേൾക്കുന്നതിനപ്പുറമായി, താൻ അനുഭവിച്ചറിയുന്നതിനപ്പുറമായി, അല്ലെങ്കിൽ ഇപ്പോൾ താൻ നേരിടുന്ന പലവിധമായ പ്രതിസന്ധികൾക്കപ്പുറമായി ഈ കണ്ണുകൊണ്ട് കാണാത്ത, എന്നാൽ വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്ന, കാഴ്ചയാലല്ലാത്ത ആത്മ കണ്ണുകൊണ്ട് കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് 2 കൊരിന്ത്യർ ലേഖനം 4:17 പൗലോസ് വിവരിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഇത് താൽക്കാലികമാണെന്ന്, നിലനിൽക്കുന്നതല്ലെന്ന്, ഇത് അധികം നാൾ മുൻപോട്ട് പോകുകയില്ലെന്ന്, ഈ കഷ്ടതയ്ക്ക് ഒരു പരിധി ഉണ്ടെന്ന്, കാരണം നിമിഷ നേരം കൊണ്ട് ഇത് അവസാനിക്കുമെന്ന്. ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ലൗകികമായ ജീവിതത്തിലല്ലെന്ന്, അതിനപ്പുറം അവിടെ നിത്യതയിൽ വെളിപ്പെടുവാനുള്ള ദൈവ തേജസ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:18 പറയുന്നു, ആയതിനാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ലെന്നുണ്ടെന്ന്. സാരമില്ല, കാരണം ഞങ്ങൾ വിചാരപ്പെടുന്നത്, ഞങ്ങൾ ആശിക്കുന്നത്, ഞങ്ങൾ ഓരോ നിമിഷം പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് വെളിപ്പെടാനുള്ള തേജസ്സാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് 3 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുമ്പോൾ കഷ്ടത സഹനങ്ങളെ, സഹിഷ്ണുതയെ ഉളവാക്കുന്നു, അല്ലെങ്കിൽ ഈ കഷ്ടങ്ങളിൽ നാം ക്ഷമയോടെ സഹിക്കുന്നു. പ്രിയമുള്ളവരെ, പരീക്ഷകളും പീഡനങ്ങളും ഒരുപക്ഷെ വാഗ്ദത്തം ചെയ്യപ്പെട്ടവയാണെങ്കിലും അവിടെയും നിലനിൽക്കുവാനുള്ള ശക്തിയും ബലവും ദൈവം നമുക്ക് നൽകുന്നു. പലപ്പോഴും ഇപ്രകാരമുള്ള കഷ്ടങ്ങളുടെ താഴ്വരയിൽ കൂടി ഞാൻ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവ നമ്മിലുള്ള ദൈവശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ഈ ശോധനകൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ മാറ്റിവെക്കുമ്പോൾ അവ കൂടുതൽ നമ്മെ താഴ്മയിലേക്കും വിനയത്തിലേക്കും നമ്മെ നയിക്കുന്നതായി തീരും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം അനുവദിക്കപ്പെട്ട ഇപ്രകാരമുള്ള ശുശ്രൂഷ അനുഭവങ്ങളിൽ എനിക്ക് കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരുന്നു എന്ന് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നു. പ്രിയമുള്ളവരെ, കഷ്ടത വിളിക്കപ്പെട്ടവരെയും തെരഞ്ഞെടുക്കപ്പെട്ടവരെയും തമ്മിൽ വേർതിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയാൻ കഴിയുന്നത്, ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ലേഖനങ്ങൾ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ ഈ കഷ്ടങ്ങളൊന്നും അപ്പോസ്തലന്മാർ ആരെയും
ഇടുക്കത്തിലേക്ക് ഞെരുക്കത്തിലേക്ക് നയിച്ചില്ല. കഠിനമായ ദാരിദ്ര്യവും പട്ടിണിയും ക്ഷാമവും ബുദ്ധിമുട്ടും പൈതാകവും പലവിധമായ ഞെരുക്കങ്ങളും അവർ ജീവിതത്തിൽ അനുഭവിച്ചു. അപ്പോഴും പൗലോസിന്റെ ആഗ്രഹം ഫിലിപ്പിലേഖനം 3:11 കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. ആരുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ. ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ ക്രൂശുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒരിക്കൽ കൂടി എന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയുവാൻ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വീണ്ടും ക്രിസ്തു ശിഷ്യൻ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായതുള്ളതൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ പാഠങ്ങളിൽ കൂടി പഠിക്കുന്നത് കഷ്ടങ്ങൾ ഒരിക്കലും നമ്മെ പിന്മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ തള്ളി പറയുവാൻ, വിശ്വാസം വിട്ട് പഴയ ജീവിത അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുവാൻ ഒരു കഷ്ടങ്ങൾക്ക് കഴിയത്തില്ല. അതെന്നെ കൂടുതൽ അച്ചടക്കം, ഡിസിപ്ലിൻ, അപ്പോൾ തന്നെ എനിക്ക് ആശ്വാസം, കൺസോളേഷൻ അല്ലെങ്കിൽ കംഫർട്ട്, അതെന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. കാരണം പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കഷ്ടങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ യെശയ്യാവ് പറയുന്നത്, ദൈവം എനിക്ക് കഷ്ടങ്ങളുടെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും എന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുന്നില്ല. ഞാൻ കഷ്ടങ്ങൾ കൂടി നടന്നാലും ദൈവം എന്നെ ജീവിപ്പിക്കും. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടത്തിലായത് ഗുണമായി. എന്റെ ദൈവം കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവത്തിൽ കൂടുതൽ ഉറയ്ക്കാം. ഈ കഷ്ടങ്ങൾക്കോ ഈ ദുഃഖങ്ങൾക്കോ ഈ നിരാശകൾക്കോ ഒന്നും ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തെയോ വിശ്വാസത്തെയോ ബന്ധത്തെയോ മുറിച്ചു മാറ്റുവാൻ ഒരിക്കലും കഴിയുകയില്ല.